ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിന് അന്യസംസ്ഥാനക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്ത ടി വി വിനോദിന്റെ അമ്മ അന്തരിച്ചു. വിനോദ് മരിച്ച 4 മാസം തികഞ്ഞതിനു പിന്നാലെയാണ് അമ്മ ലളിതയുടെ മരണം. അമ്മയ്ക്കായാണ് വിനോദ് ആ വീട് പണിഞ്ഞത്. അമ്മയെ സന്തോഷിപ്പിക്കാൻ ആ വീടിന് ലളിതാ നിവാസ് എന്ന് പേരുമിട്ടു. പക്ഷെ അമ്മയ്ക്കും മകനും ഒരുമിച്ച് ആ വീട്ടിൽ അധിക നാൾ കഴിയാനായില്ല. വേദനയാവുകയാണ് ലളിതാ നിവാസ്. മകന്റെ വേർപാടിനെ തുടർന്ന് അമ്മ ലളിതയുടെ ആരോഗ്യം മോശമായിരുന്നു. തുടർന്ന് മകളുടെ വീട്ടിലും ആശുപത്രിയിലുമാണ് അമ്മ കഴിഞ്ഞിരുന്നത്. മകന്റെ മരണത്തെ തുടർന്ന് കടുത്ത മനോവ്യഥയിലായ അമ്മ പിന്നീട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. ലളിതയുടെയും വിനോദിന്റെയും സ്വപ്ന ഭവനമായ ലളിതാ നിവാസിലേക്ക് താമസം മാറിയ ആഴ്ചകൾക്ക് പിന്നാലെയായിരുന്നു വിനോദിന്റെ മരണം. മരണത്തെ തുടർന്ന് കടുത്ത മനോവ്യഥയിലായ ലളിത പിന്നീട് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തിയില്ല. വിനോദിന്റെ മരണത്തോടെ ആരൊക്കെ കൂടെയുണ്ട് എങ്കിലും അമ്മയുടെ വേദന ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. മകന് താങ്ങും തണലുമായാണ് ഇത്രയും കാലം ആ അമ്മ ജീവിച്ചത്. ആ അമ്മയ്ക്ക് അവസാന നാളുകളിൽ സുരക്ഷിതമായി ജീവിക്കാൻ മകൻ പണിതുയർത്തിയ ആ വീട്ടിൽ വെറും 7 നാളാണ് ആ മകനോടൊപ്പം ആ അമ്മ കഴിഞ്ഞത്. മകന്റെ വിയോഗ വാർത്തയെ അറിഞ്ഞ് അലമുറയിട്ട് കരഞ്ഞ അമ്മ ലളിതയുടെ ദൃശ്യം ആർക്കും മറക്കാനാകില്ല. പിതാവ് വേണുഗോപാലൻ നായർക്കും മാതാവ് ലളിതയ്ക്കുമൊപ്പം വർഷങ്ങളായി സൗത്തിലെ റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു വിനോദ് താമസിച്ചിരുന്നത്. സൗത്തിലെ റെയിൽവേ ബംഗ്ലാവിലെ ജീവനക്കാരനായിരുന്നു വിനോദിന്റെ അച്ഛൻ വേണുഗോപാലൻ നായർ. വിനോദിന്റെ സഹോദരി സന്ധ്യ എളമക്കരയിലാണ് താമസിക്കുന്നത്. അമ്മയുടെ പേര് ചേർത്ത് ലൈൻ നമ്പർ 7ലെ വീടിന് ലളിതാ നിവാസ് എന്ന് പേരിട്ടപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചിരുന്നു. 2 വർഷം ആയിട്ടുണ്ടായിരുന്നുള്ളൂ വിനോദ് ടിയുടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏപ്രിൽ 2-നാണ് കേരളത്തെ നടുക്കിയ സംഭവമുണ്ടായത്. എറണാകുളത്ത് നിന്നും പട്നയിലേക്കുള്ള ട്രെയിനിലെ ടി ആയിരുന്ന വിനോദിനെയാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഒഡീഷ സ്വദേശി രജനീകാന്താണ് കൊല നടത്തിയത്. മദ്യപിച്ച് ലക്കുകെട്ട പ്രതി യാത്രക്കാരോടെല്ലാം അന്ന് മോശമായാണ് പെരുമാറിയിരുന്നത്. ഇത് ടി ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം ടിക്കറ്റ് ചോദിക്കുകയും അടുത്ത സ്റ്റോപ്പിൽ ഇറക്കിവിടാനായി രജനീകാന്തിനെ ഡോറിനടുത്ത് കൊണ്ട് നിർത്തുകയും ചെയ്തു. ഇതോടെ പ്രതി പ്രകോപിതനായി ടി ഒറ്റത്തള്ളിന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. അച്ഛന്റെ മരണത്തെ തുടർന്നാണ് വിനോദിന് റെയിൽവേയിൽ ജോലി ലഭിച്ചത്. മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിനോദ് ക്യാൻസറിനെ അതിജീവിച്ചതിനു ശേഷമാണ് ടി കാഡറിലേക്ക് മാറിയത്. സിനിമാ പ്രേമിയായിരുന്ന വിനോദ് നിരവധി സിനിമകളിലും വേഷമിട്ടിരുന്നു. എറണാകുളം പട്ന എക്സ്പ്രസ് വൈകിട്ട് 6:45 തൃശൂർ സ്റ്റേഷൻ വിട്ട് അധികം കഴിയും മുൻപ് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷന് സമീപത്താണ് വിനോദിനെ അന്യസംസ്ഥാന തൊഴിലാളി തള്ളിയിട്ടത്. തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ് ഇദ്ദേഹത്തിന്റെ ദേഹത്തുകൂടി മറ്റൊരു ട്രെയിൻ കയറിയതിനെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത്. S11 കോച്ചിൽ ടിക്കറ്റ് പരിശോധനയ്ക്ക് എത്തിയ വിനോദും രജനീകാന്തും തമ്മിൽ തർക്കമുണ്ടായി. ടിക്കറ്റ് ഇല്ലാത്ത രജനീകാന്തിനോട് പാലക്കാട് എത്തുമ്പോൾ ഇറങ്ങണമെന്ന് വിനോദ് പറഞ്ഞിരുന്നു. ഇതിനുശേഷം വാതിലിന് സമീപമെത്തി വെള്ളം കുടിക്കുമ്പോൾ പ്രതി തള്ളിയിടുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് മഞ്ഞുപ്പൽ പള്ളിക്ക് സമീപം പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് മാർച്ച് 27-നാണ്. എന്തായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ പണി കഴിപ്പിച്ച ഒരു വീട്. ആ വീട്ടിൽ തനിക്ക് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും താങ്ങും തണലുമായിരുന്ന അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ആ അമ്മയുടെ പേര് തന്നെ നൽകി മകൻ വിനോദ്. എന്നാൽ വിനോദിനും അമ്മയ്ക്കും 7 നാളിൽ കൂടുതൽ ആ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചില്ല. ആ മനോവ്യഥ തന്നെയായിരിക്കും ആ അമ്മയെ ഇത്രയധികം വേദനിപ്പിച്ചതും. എന്തായാലും ആത്മാവിന് ശാന്തി നേരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.